ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിത് 2 സ്പൂൺ പച്ചരി വെച്ചിട്ട് നല്ല അടിപൊളി പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. നല്ല ടേസ്റ്റിയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നമുക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂണോളം പച്ചരി 1 മണിക്കൂറോളം ഒന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 1 മണിക്കൂറിൽ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ക്രഷ് ചെയ്താൽ മാത്രം മതി, അരഞ്ഞു പോകണ്ട കേട്ടോ. അത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള നമ്മൾ അരി ഇതിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അത് വെന്ത് വരുന്ന സമയത്ത് ഇതാ നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ 2 3 ശർക്കര നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ശർക്കര ഇട്ടാൽ മതി, പിന്നെ 2 ശർക്കരനെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ കേട്ടോ. ഇതൊന്ന് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 എണ്ണായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അത് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേങ്ങയും 2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ക്രഷ് ചെയ്താൽ മാത്രം മതിയേ, നന്നായിട്ട് അരച്ചെടുക്കേണ്ടിയില്ല. ഇപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കില്ല, 5 മിനിറ്റ് കൊണ്ട് തന്നെ അരി നന്നായിട്ട് ഇതുപോലെ വെന്ത് കിട്ടിക്കോളും. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അരിച്ചതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഇനി ഇതാ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അരി നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇതിന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു പായസമൊക്കെ കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള അതേ സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ട് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഏലക്കായി തേങ്ങയ്ക്ക് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ പായസത്തിലൊക്കെ ചേർക്കുന്നത് പോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ടോ, അല്ലെങ്കിൽ കുറച്ച് തേങ്ങ കൊത്തിട്ട് വറുത്തിട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്താൽ മതിയേ. ഇത് തന്നെ നമുക്ക് മതിയാവും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് അങ്ങ് അണ്ടിപ്പരിപ്പ് ഒന്നും അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഇത് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.